Hi guys, today I'm going to IKEA to get some stuff for my room. So I'll take you guys along. Come. സോ വീട്ടിൽ നിന്ന് സ്കൂട്ടിയിൽ പോയി എന്നിട്ട് JP നഗറിൽ അത് പാർക്ക് ചെയ്തിട്ട് മെട്രോ എടുത്തു ആൻഡ് നാഗാസാൻഡ്ര ഇറങ്ങി. അവിടെ തന്നെയാണ് IKEA, ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. ഞാനിങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ IKEA വ്ളോഗ് ചെയ്യുന്ന. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഞാൻ ചെയ്യുമെന്ന്. ബിക്കോസ് നാട്ടിലാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഡെസിഷൻസൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, പിന്നെ ഒരു 2 BHK കണ്ടുപിടിച്ചു, പിന്നെ എൻ്റെ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ IKEAയിലെത്തി. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് സോ കൺഫ്യൂസിങ് ബിക്കോസ് ദ പ്ലേസ് ഇസ് സോ ഹ്യൂജ്. ഏതിൻ്റെ സെക്ഷനാണ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു എനിക്ക്. പിന്നെ അങ്ങ് ഷോപ്പിംഗ് തുടങ്ങി നമ്മൾ. ഫസ്റ്റ് തന്നെ ഈ വാൾ ഷെൽഫാണ് എടുത്തത്. പിന്നെ എനിക്ക് എന്തായാലും ഒരു സ്റ്റഡി കം വർക്ക് സെറ്റപ്പ് വേണമായിരുന്നു. അതിനുവേണ്ടി ഒരു ചെയർ എടുത്തു ഞാൻ. പിന്നെ ദ മെയിൻ തിങ്, മിറേഴ്സ്. എൻ്റെ ബാത്റൂമിലേക്ക് ഒരെണ്ണം വേണമായിരുന്നു. പിന്നെ എനിക്കൊരു ലോങ് മിറർ വേണമായിരുന്നു. ബാത്റൂമിലേക്കുള്ളത് ഞാനിപ്പോൾ എടുത്തു. പിന്നെ ഞാൻ ബെഡിങ് ആൻഡ് കർട്ടൻ സെഷനിലേക്ക് എത്തി. ആദ്യം തന്നെ ഡുവറ്റ് കവറ്, ബെഡ് കവറൊക്കെ എടുത്തു. അതിൽ തന്നെ പില്ലോ കവറും അവൈലബിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഡുവറ്റ് എടുത്തു. പിന്നെ എസ്തെറ്റിക്സ് ആണല്ലോ മെയിൻ, അതിനുവേണ്ടി ഒരു ബെഡ് ത്രോയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എൻ്റെ കുറേ പില്ലോ ഉണ്ടായിരുന്നു, എന്നാലും അവിടെ കണ്ടപ്പോൾ ഒരു 2 പില്ലോ ഒരു ഭംഗിയൊക്കെ എടുത്തു. ഞാൻ ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു എനിക്ക് എന്ത് തീമാണ് വേണ്ടത്. എനിക്കൊരു ഓൾ വൈറ്റ് തീമായിരുന്നു. പ്ലസ് അതിൽ പിങ്ക്, ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഓഫ് പിങ്ക്, പീച്ച്, അങ്ങനത്തെ ഒക്കെ കളേഴ്സ് ആയിരുന്നു എനിക്ക് യൂസ് ചെയ്യേണ്ടത്. എനിക്കൊരു എന്താ പറയുക, ഒരു കൊറിയൻ കൂക്കറ്റ് തീമൊക്കെ ആയിരുന്നു ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടായേ. പിന്നെ ആ ചെയറിലിരിക്കാൻ വേണ്ടി കുഷ്യനും വാങ്ങിച്ചു. എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല എന്തൊക്കെ എടുത്തേ. ഫൈനലി വരുമ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. പ്ലാന്റ്സും വാങ്ങിച്ചു. പിന്നെ കുറേ സ്റ്റോറേജസും വാങ്ങിച്ചു. എന്നിട്ട് ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല വിശപ്പായി. ബിക്കോസ് അത്രയും ഏരിയ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണമാവും. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ആൻഡ് അവരുടെ ചീസ് കേക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്തു. ഞാൻ ആക്ച്വലി ഒരു ചീസ് കേക്ക് ഫാൻ അല്ല. പിന്നെ അത്രയും കേട്ടത് കൊണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. വലിയ എനിക്കിഷ്ടമില്ല. അങ്ങനെ ഈ ഒരു IKEA വിസിറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ വീട്ടിലെത്തി എല്ലാം സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ആദ്യം കർട്ടൻ ഫിക്സ് ചെയ്യാൻ തുടങ്ങി ഞാൻ. അത് കഴിഞ്ഞിട്ട് IKEAന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ അസംബിൾ ചെയ്യാൻ തുടങ്ങി ഞാൻ. അതിൽ അവരുടെ തന്നെ ഒരു ഹൗ ടു ഫിക്സ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് മൊത്തം കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി ചെയ്താൽ മതി. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വൺ റിയലി ഗുഡ് തിങ് അബൌട്ട് ദിയർ പ്രോഡക്ട്സ്. അവർ എല്ലാം നമുക്ക് സെൽഫ് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റും അവരുടെ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട്. സോ ഇറ്റ് വാസ് വെരി ഫൺ. കുറച്ച് സമയം എടുത്തു, എന്നാലും ഞാനത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു മിറർ ബാത്റൂമിൽ വെക്കുക. അത് ഞാൻ വേഗം തന്നെ പോയിട്ട് ഫിക്സ് ചെയ്തു. ഇത് ആക്ച്വലി തന്നെ ഡബിൾ സൈഡ് ടേപ്പ് പോലത്തെ ഒരു സാധനം വരും. അവർ തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ദിവസമാണ്. അപ്പോൾ അതും ഫിക്സ് ചെയ്തു. ബെഡിങ്ങിൻ്റെ ഫുൾ സാധനങ്ങളൊക്കെ അന്ന് തന്നെ വാങ്ങിച്ചെങ്കിലും എനിക്കത് ഇടാൻ ഭയങ്കര മടിയായിരുന്നു. ബട്ട് ഫൈനലി ഒരു ദിവസം ഞാനത് ചെയ്തു. എല്ലാം പുറത്തെടുത്തിട്ട് സ്വന്തം തന്നെ എല്ലാം വിരിച്ച് സെറ്റാക്കി ഞാൻ.
ഗൈസ്. സോ അങ്ങനെ ഫുള്ളി സെറ്റപ്പ് ആയിട്ടില്ല, പക്ഷെ എന്നാലും ഇനി ഞാൻ അത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് പാപ്പരായിട്ടുണ്ട്. ഇനിയിപ്പം റൂം ഡെക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് ഒന്നും വാങ്ങുന്നില്ല, ഐ ഹോപ്പ്. സോ അപ്പോൾ ഇപ്പം എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ബാൽക്കണി ഞാൻ ഡെക്കോറൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ അവിടെ ഇപ്പോൾ ഫുൾ പൊടിയാവും, ബിക്കോസ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇപ്പോൾ പണി നടക്കുന്നുണ്ട്, ഫ്ലാറ്റിൻ്റെ അപ്പുറത്തെ സൈഡ്. അപ്പം അതിൻ്റെ ബാൽക്കണി മൊത്തം പൊടിയായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അത് മെല്ലെ ചെയ്യാൻ വിചാരിച്ചു. ഗ്രീൻ ഗ്രാസ് സെറ്റ് ചെയ്തിട്ട് ലൈറ്റ്സ് ഒക്കെ ആക്കി ഒരു ഇരിക്കേണ്ട സ്ഥലം, അതൊക്കെയാണ് പ്ലാൻ. അത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം ആവുമ്പോൾ. ഇപ്പോൾ ജസ്റ്റ് റൂം കാണാം. ഓക്കെ, ദിസ് ഈസ് ഹൗ യു എൻറ്റർ. ഇത് എൻ്റെ ക്യൂട്ട് പടിഞ്ഞാറ്റ. ഇതിനെന്താ മലയാളത്തിൽ നിങ്ങളെ നാട്ടിൽ പറയണ എനിക്കറിയില്ല. പൂജ സെറ്റപ്പാണ്. മലയാളത്തിൽ ഞാൻ പടിഞ്ഞാറ്റ എന്നാ പറയാ, എനിക്കറിയില്ല ബാക്കി അവരെല്ലാം നിങ്ങളെല്ലാം എന്നാ പറയുന്നത്. അപ്പം ഈ ഡോറ് തൊട്ട് ഫിക്സ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഇങ്ങനെ കയറും. സോ ദിസ് ഈസ് മൈ റൂം യു ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബെഡ് സൈഡ് ടേബിൾ ഉണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. അത് കഴിഞ്ഞാൽ എൻ്റെ ബെഡാണ്. ഞാനൊരു ഫുൾ ഒരു പിങ്ക് പീച്ച് വൈറ്റ് ആ ഒരു തീമാണ് ചൂസ് ചെയ്തത്. വൈറ്റ് ബെഡാണ്. ആൻഡ് ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഡെക്കറേഷൻ സെറ്റപ്പ് ഉണ്ട്. അതിലെൻ്റെ ക്രൗൺ, കഴിഞ്ഞ കൊല്ലത്തെ പ്ലാനർ, ആൻഡ് ഇപ്പോൾ വായിക്കാൻ തുടങ്ങാൻ വേണ്ടി വെച്ച ബുക്കുണ്ട്. ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്. ആൻഡ് അതെനിക്ക് ട്രാവലിങ്ങിന് വേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ എൻ്റെ വാർഡ്രോബ്. ഇത് കാണണ്ട, ഇത് എന്തായാലും ഒരു മെസ്സായിരിക്കും. എൻ്റെ വാർഡ്രോബ് ഉണ്ട്, പിന്നെ എൻ്റെ ലോണ്ട്രി ബാഗ്. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് എനിക്ക് കിട്ടിയ ലുലു ബ്യൂട്ടി ക്വീൻ്റെ സർട്ടിഫിക്കറ്റ്സും ട്രോഫിയും വെച്ചിട്ടുണ്ട്. ഇത് സാഷാണ്. ആൻഡ് ഇതിൽ കാണിക്കാൻ മാത്രം അത്യാവശ്യം അടുക്കി വെച്ചിട്ടുണ്ട്. താഴെ ട്രഡീഷണൽ വെസ്റ്റേൺ ഡെയിലി വേണ്ട സാധനം. ആൻഡ് ദിസ് ഇസ് മൈ സ്പേസ്. ഞാൻ വർക്ക് ചെയ്യുന്ന എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം. ഇതാണ് കർട്ടൻ. അതിൻ്റെ അപ്പുറമാണ് ബാൽക്കണി. ലാസ്റ്റ് കാണിച്ചു തരാം. ഇതെൻ്റെ വിഷൻ ബോർഡാണ് ഗൈസ്. അതിൻ്റെ ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. ഇതൊക്കെ സാധനങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഇതെൻ്റെ മിററാണ്, ഒരു വൈറ്റ് മിറർ. അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി എൻ്റെ സ്റ്റൈലിംഗ് വീഡിയോസിന് വേണ്ടി ഉപയോഗിച്ചതാണ്. പക്ഷെ ഞാൻ വീഡിയോ അത്രയും റെഗുലറായി ചെയ്യുന്നതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട. എപ്പോഴും എനിക്ക് വേണ്ട, അതായത് ഇപ്പം ഞാൻ ബാംഗ്ലൂർ വന്ന് ഷിഫ്റ്റ് ചെയ്തത്, ഇതിൽ നോക്കി പറയാം അല്ലേ, ബാംഗ്ലൂർ വന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ഇവിടെ തണുപ്പാണ്. അയ്യോ, എനിക്ക് മിറർ ക്ലീൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ തണുപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഹുഡീസൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബാഗ്, ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ ഈ റൂമിന് ഇൻബിൽഡ് ആയിട്ട് ഒരു വാനിറ്റി സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇതിന്. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമായില്ല. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റോറേജ് പോലെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാണ്ടിരിക്കുന്നതാണ് നല്ലത്. എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ്. എൻ്റെ ബാക്കിയുള്ള ബുക്സ്. പക്ഷെ അതത്ര എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു ലേസ് വൈറ്റ് കർട്ടൻ വെച്ചിട്ട് ഇതിനിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പം ഇതിങ്ങനെ പോയിക്കോളും. ആൻഡ് ഇവിടെയാണ് എൻ്റെ വാഷ്റൂം. വാഷ്റൂമിനകത്തിടുന്ന സ്ലിപ്പർ. ഇങ്ങനെ തുറന്നാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ദിസ് ഇസ് മൈ വാഷ്റൂം. ബ്ലൂ ടൈലാണ്. 2 പിങ്ക് ബക്കറ്റ്, ഇതിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ആൻഡ് സോ ഇത്രയേ ഉള്ളൂ ബാത്റൂമിൽ കാണാൻ മാത്രം. ഓക്കെ, ലെറ്റ്സ് ക്ലോസ് ദിസ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ പുറത്തത്തെ അവസ്ഥ എന്താണെന്ന്. ഇതിനാക്കി തുറക്കണം.
കണ്ടോ ഫുൾ ഞാൻ വന്ന തൊട്ട് ഇത് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഫുൾ പൊടിയാ. എൻ്റെ അവിടെ പണി നടക്കുന്നുണ്ടോ. പക്ഷെ ഇവിടെ എനിക്കൊരു ഗ്രീൻ ഗ്രാസ് ഒക്കെ ആക്കി ഒരു സൈഡിൽ ഇങ്ങനെ വുഡൻ പാലറ്റ് വെച്ച് കുഷൻ വെച്ച് ഇവിടെയൊക്കെ ലൈറ്റ്സ്, മേ ബി കുറച്ച് ഹാങ്ങിങ്, അതൊക്കെ പിന്നെ ചെയ്യാം. So for now, this is it. I liked my room. It's very cute. I love it. എനിക്കിവിടെ വരുമ്പോൾ ഒരു ഭയങ്കര കോസി ഫീലിംഗ് ആണ്. വീട്ടിൽ പോകുമ്പോൾ ഹോംലി ഫീലിംഗ് ആണ് നാട്ടിൽ. ഇവിടെ വരുമ്പോൾ ഒരു കോസി നല്ല പ്രൊഡക്റ്റീവ് വൈബാണ്, എനിക്കെല്ലാം ചെയ്യാനൊക്കെ തോന്നും. സോ ബൈ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, എല്ലാ ലിങ്കും ഞാൻ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഇടാം. അപ്പോൾ ബൈ.